ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സെനി റോയ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അഥവാ മൂത്രാശയ അണുബാധ ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. വൃക്ക, മൂത്രനാളി, മൂത്രസഞ്ചി എന്നിവയുൾപ്പെടെയുള്ള മൂത്രനാളിയിലെ ഏതെങ്കിലും ഭാഗത്തെ ബാധിക്കുന്ന അണുബാധയാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. കുടലിൽ നിന്നുള്ള ബാക്ടീരിയകളാണ് UTIയുടെ സാധാരണ കാരണം. എന്നാൽ ഫംഗസ്, വൈറസ് എന്നിവയും അണുബാധയ്ക്ക് കാരണമാകാറുണ്ട്. ഇതുകൂടാതെ ശരീരത്തിൽ ജലാംശം കുറയുന്നതും UTI ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണമാണ്. മൂത്രമൊഴിക്കുമ്പോൾ പൊള്ളുന്നത് പോലുള്ള അവസ്ഥ അനുഭവപ്പെടുക, തെളിഞ്ഞതോ അല്ലെങ്കിൽ ഇരുണ്ട നിറത്തിലുള്ളതോ ആയിട്ടുള്ള മൂത്രം, രൂക്ഷമായ ദുർഗന്ധമുള്ള മൂത്രം, ബ്ലാഡർ പൂർണ്ണമായും ശൂന്യമാക്കപ്പെട്ടിട്ടില്ല എന്ന തോന്നൽ, പെൽവിക് ഭാഗത്ത് വേദന, ഇതൊക്കെയാണ് UTI ഇൻഫെക്ഷന്റെ സാധാരണ ലക്ഷണങ്ങൾ. മൂത്രനാളിയിലെ അണുബാധ പലരെയും ബാധിക്കാമെങ്കിലും സ്ത്രീകൾക്കാണ് ഈ അണുബാധയുണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. കാരണം മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം പുറന്തള്ളുന്ന ട്യൂബായ യുറേത്രയ്ക്ക് പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ നീളം കുറവാണ്. അതിനാൽ ബാക്ടീരിയകൾക്ക് എളുപ്പത്തിൽ അകത്ത് പ്രവേശിച്ച് മൂത്രസഞ്ചിയിലെത്താൻ എളുപ്പമാണ്. അതുകൊണ്ട് സ്ത്രീകൾക്കാണ് UTI ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതൽ. പാർശ്വഫലങ്ങളില്ലാതെ പ്രകൃതിദത്ത രീതിയിൽ തന്നെ UTI മാറാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. 1. ധാരാളം വെള്ളം കുടിക്കുക. ശരീരത്തിലെ ജലാംശത്തിന്റെ അളവ് മൂത്രനാളിയിലെ അണുബാധ കുറയ്ക്കാൻ സഹായിക്കും. കാരണം ധാരാളം വെള്ളം കുടിക്കുന്നത് മൂലം അണുബാധ തടയുന്നതിന് മൂത്രനാളിയിൽ നിന്ന് ബാക്ടീരിയകളെ പുറന്തള്ളാൻ സഹായിക്കും. അതുകൊണ്ട് വെള്ളം ധാരാളമായി കുടിക്കണം. 2. വൈറ്റമിൻ സിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക. വൈറ്റമിൻ സി കൂടുതൽ കഴിക്കുന്നത് മൂലം മൂത്രനാളിയിലെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വൈറ്റമിൻ സി അസിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിലൂടെ അണുബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കും. അങ്ങനെയാണ് UTI കുറയ്ക്കാൻ സഹായിക്കുന്നത്. പ്രത്യേകിച്ച് പഴങ്ങളിലും പച്ചക്കറികളിലും വൈറ്റമിൻ സി കൂടുതലാണ്. ചുവന്ന ക്യാപ്സിക്കം, ഓറഞ്ച്, മുന്തിരി, കിവി ഫ്രൂട്ട് എന്നിവയിലെല്ലാം വൈറ്റമിൻ സി ധാരാളമായി കാണപ്പെടുന്നു. 3. മധുരമില്ലാത്ത ക്രാൻബെറി ജ്യൂസ് കുടിക്കുക. മധുരമില്ലാത്ത ക്രാൻബെറി ജ്യൂസ് കുടിക്കുന്നത് മൂത്രനാളിയിലെ അണുബാധയ്ക്കുള്ള ഏറ്റവും ഫലപ്രദമായ പ്രകൃതിദത്ത പരിഹാരമാണ്. മൂത്രനാളിയിലെ ബാക്ടീരിയകൾ പൂർണ്ണമായി ഫ്ലഷ് ഔട്ട് ചെയ്തു പോകാൻ സഹായിക്കുന്ന നല്ലൊരു ജ്യൂസാണ് ക്രാൻബെറി ജ്യൂസ്. 4. പ്രോബിയോട്ടിക് കഴിക്കുക. കുടലിലെ ബാക്ടീരിയകളുടെ ആരോഗ്യകരമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ പ്രോബിയോട്ടിക് ഭക്ഷണങ്ങൾക്ക് കഴിയും. പുളിപ്പിച്ച ഭക്ഷണങ്ങളായ കെഫീർ എന്ന് പറഞ്ഞാൽ ഒരു പാലുൽപ്പന്നമാണ്. കിംചി, പ്രോബിയോട്ടിക് തൈര് എന്നിവയൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. 5. ഇഞ്ചി. UTI മാറുന്നതിന് ഇഞ്ചി നല്ലൊരു പരിഹാരമാണ്. ഇഞ്ചി ഭക്ഷണത്തിൽ ചേർത്തോ അല്ലെങ്കിൽ ഇഞ്ചിയിട്ട് വെള്ളം തിളപ്പിച്ചോ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇതിലെ ജിഞ്ചറോൾ അണുബാധ തടയാൻ സഹായിക്കും. ആരോഗ്യം മെച്ചപ്പെടുത്തുന്നത് വഴി പ്രതിരോധശേഷി കൂട്ടാനും ഇടയാകും. അങ്ങനെ അണുബാധ തടയുന്നതിന് സാധിക്കും. 5. ആരോഗ്യകരമായ ശീലങ്ങൾ പാലിക്കുക. മൂത്രനാളിയിലെ അണുബാധ തടയുന്നതിന് നല്ല വൃത്തിയുള്ള കുളിമുറിയും നല്ല ശുചിത്വവും പാലിക്കണം. മൂത്രമൊഴിക്കാൻ തോന്നുമ്പോൾ പിടിച്ചു വെക്കരുത്. കൂടുതൽ നേരം മൂത്രമൊഴിക്കാതെ പിടിച്ചു വെക്കുന്ന സ്വഭാവം നിർത്തുക. ഈ സ്വഭാവം ബാക്ടീരിയകൾ വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. അങ്ങനെ അണുബാധയ്ക്ക് കാരണമാകും. അടുത്തത് ശുചിത്വം പാലിക്കുക. മലമൂത്ര വിസർജനത്തിന് മുൻപും ശേഷവും കൈ കഴുകുക. വൃത്തിയുള്ള അടിവസ്ത്രം ധരിക്കുക. ലൈംഗിക ബന്ധത്തിന് ശേഷം മൂത്രമൊഴിക്കുന്നത് മൂത്രനാളിയിൽ അണുബാധയുണ്ടാകാനുള്ള അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യും. കൂടാതെ UTI വരാൻ സാധ്യതയുള്ളവർ സ്പെർമിസൈഡ് അഥവാ ബീജനാശിനി ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. കാരണം ഇത് UTI ഇൻഫെക്ഷന് ഒരു കാരണമാണ്. അവസാനമായി നിങ്ങൾ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ മുന്നിൽ നിന്ന് പിന്നിലേക്ക് തുടയ്ക്കുക. പുറകിൽ നിന്ന് മുന്നിലേക്ക് തുടച്ചാൽ ബാക്ടീരിയകൾ മൂത്രനാളിയിലേക്ക് വ്യാപിക്കുന്നതിനിടയാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് UTI ഉള്ളവർ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്